നമ്മളിപ്പോൾ പോകണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മമാരുടെ സോഡിയം ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചധികം ദിവസമായി. അപ്പം ഗൈസ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എന്ത് പറയുന്നു? ഇത് കണ്ടിട്ട് എന്ത് പറയാല്ലേ? എന്താ പറയുന്നത്? നല്ല സമാധാനമായില്ലേ? കഷ്ടകാലം വരാല്ല എന്തായാലും വരും. കജ്ജും കാലൊക്കെ ഒരേ മാതിരിക്കും. എന്നും എനിക്കൊരു കജ്ജുമ്പലും കാലും ഉണ്ടാവില്ലേ? അതെന്തോ എനിക്കുള്ള ബർക്കത്താണെന്നല്ലേ. നമ്മൾ ആക്കണ താക്കോൽ എടുത്തിട്ട് ഇറങ്ങുകയാണ്. ഉമ്മ ആക്കണ വണ്ടി വിടാൻ പോവാണ്. നമുക്ക് വെയ്ക്കോ അറിയില്ല, കൈ കൊണ്ട് വെയ്ക്കോന്ന് അറിയില്ല, എന്നാലും നോക്കട്ടെ. എനിക്ക് വെക്കൂല, ഞാൻ വിടും. എനിക്ക് വെക്കൂല, ഈ ഉമ്മ ഇടുന്ന പറഞ്ഞാണ്. അപ്പോൾ ഓക്കെ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. 2 ദിവസമായിട്ട് എനിക്ക് ഭയങ്കര കഷ്ടകാലമാണ് തോന്നുന്നത്. വേറെ ഒന്നും കൊണ്ടല്ലോ കേട്ടോ. നിങ്ങളിത് കണ്ടോ? ഒന്ന് ഇതാക്കണതും പിന്നെ ഇതാക്കണ രണ്ടാമത്തെ ഇതും. അത് ചെറിയൊരു ആക്സിഡൻ്റ് ആണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ അതായതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ പോകണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മമാരുടെ സോഡിയം ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചധികം ദിവസമായി. കുറച്ചല്ല, അത്യാവശ്യത്തിലധികം ദിവസമായി. ഏകദേശം അവസാനമായിട്ട് ചെക്ക് ചെയ്തത് എന്താ അമ്മ ഓർമ്മ ഉണ്ടോ? 6 മാസമൊക്കെ കഴിഞ്ഞാണല്ലേ അന്ന് ചെക്ക് ചെയ്തതാണ്. പിന്നെ ഇതിലൂടെ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഉമ്മമാനൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയക്കണമെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട്. എന്താ തൊണ്ടക്ക് എന്താ? തൊണ്ടക്ക് കവക്കെട്ടിൻ്റെ മഞ്ഞയും തണുപ്പൊക്കെ. മഞ്ഞും തണുപ്പിൻ്റെ ഒക്കെയാണെന്നാണ് പറഞ്ഞത്. അപ്പം ഗൈസ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, മോണ്ടന് ഇവിടെ അല്ല, മോണ്ടന് വർക്കിന് പോയി കാണും. ഓൻ ബാംഗ്ലൂർക്ക് പോയി കാണും. ഓൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ 9 എത്തും. അപ്പോൾ ഇന്ന് വ്ളോഗ് എടുക്കണേ ഞാനാണ്. നേരെ ഹോസ്പിറ്റലിൽ പോകണം. അതായത് പോത്തല് ഹോസ്പിറ്റലിലേക്കാണ് പോകണത്. അതായത് ഉമ്മമാനെ ആദ്യം നമ്മൾ സോഡിയം ചെക്ക് ചെയ്യാൻ കൊണ്ടുപോയി അങ്ങോട്ടാണ് കൊണ്ടുപോകണേ. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കണം. ഉമ്മ വരി, പുറത്തേക്ക് വരി. ഗൈസ് സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞാൻ രാത്രി വയനാട് പോയതാണ്. അതായത് എനിക്ക് അവിടെ ഒരു വർക്ക് ഉണ്ടായിന്. അപ്പം ഞാനും കൂട്ടുകാരന്മാരും ഞങ്ങളിങ്ങനെ പോയതാണ്. അപ്പം നമ്മളെ നാടുകാണി കൂടെ ഞങ്ങൾ ഈ കൂടെ പോകുമ്പോൾ 2 വഴിയുണ്ട്. ഒന്ന് നാടുകാണി ഈ ചുരത്തുമ്പോൾ ഈ ഊട്ടി കൂടെ, അതായത് ഊട്ടി റോഡ് ഇങ്ങനെ കയറും ചെയ്യുക. പിന്നെ ഒന്ന് താമരശ്ശേരി ആയിക്കൂടെ അങ്ങനെ പോകും ചെയ്യുക. അപ്പോൾ ഞങ്ങൾ പോയത് ഈ കൂടെയാണ് ഞങ്ങൾക്ക് ഒന്നുകൂടി സുഖം. താമരശ്ശേരി അല്ല, ഈ നാടുകാണി ഈ വഴിക്കൂടെ. അപ്പോൾ ഈ ചുരം കയറിയാണ് അങ്ങനെ പോയാണ്ട് ദേവാലയം അറിയുന്ന സ്ഥലമുണ്ട്. ഈ ദേവാലിൻ്റെയും പന്തല്ലൂരിൻ്റെ ഇടയിൽ റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ സീൻ റോഡാണ്. അതായത് പോയവർക്കൊക്കെ അറിയുണ്ടാവും, സീൻ റോഡാണ്. അത് കട്ടറും കുണ്ടും കുജ്ജും അങ്ങനത്തെ ഒരു റോഡാണ്. ഞാൻ ആ കുണ്ടും കുജ്ജിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഇതിലിടാം. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കി. അതായത് ഞാൻ ആക്സിഡൻ്റ് ആയ സ്ഥലത്തിൻ്റെ ഇതൊക്കെ ഞാൻ കാട്ടിത്തരാം. ആ വീഡിയോ ഞാൻ ഇതിലിടാം. നിങ്ങളൊന്ന് കണ്ടു നോക്കി കേട്ടോ. വീണ സ്ഥലം ഇതാക്കണ്. നബീലിൻ്റെ ഡ്രസ്സിൻ്റെ ബാക്കിയാക്കണാണ് നിലത്തെടുക്കണ്. അല്ല എങ്ങനെയുണ്ട് നബീലെ? അതെ അതെ, ഈ കൂടെ എടുത്താലേ അതായത് ഇവിടെ വലിയൊരു കുണ്ടുണ്ടോ, ഇത് എടുക്കാതെ അവിടുന്ന് സൈഡിൽ കൂടെ ഈ കൂടെ എടുത്തതാ. പക്ഷെ അവിടെ ഇത് കൂടെ സ്കിഡായിട്ട് ഇറങ്ങി അങ്ങനെ പോകുന്നു കണ്ടോ. അവിടുന്ന് ഇങ്ങോട്ട് അടിച്ചിറങ്ങിട്ടുണ്ടാവും. എടാ അടിച്ചിറങ്ങാൻ വേറെ ഓപ്ഷൻ അല്ല. നോക്കിയാ ഇവിടുന്ന് അവിടെ ഒരു വളവാണ്. ആ വളവ് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വന്നതാണ്. ഇവിടെ വലിയൊരു കുണ്ടുമാണ്. നേരെ ഇക്കൂടെ ഉണ്ടാക്കി ഇവിടുന്ന് ഇങ്ങനെ സ്കിഡായി ഇങ്ങനെ പോകുന്നു. ഇതാകണം ഇവിടെ സ്കിഡായി പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു. ഇതാകണം. അടിപൊളി 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 പ്ലേസ് ആണ്. ഞങ്ങൾ സ്ഥലം വാങ്ങിയ സ്ഥലമാണ്. നല്ല സ്ഥലമാണ് അല്ലേ? അതെ, ആരും ഇവിടെ ടെസ്റ്റ് ചെയ്തിരുന്നു. അതെ, ആ കുജ്ജ നോക്കിയാ അതിലൊന്നും മുക്കാതെ കഴിച്ചില്ലായത്. ഇവിടെ കൊഞ്ഞാടി. ഇതാണ് അവിടുത്തെ അവസ്ഥ, ആ റോഡിൻ്റെ അവസ്ഥ. അപ്പം ഞങ്ങളിങ്ങനെ തിരിഞ്ഞിങ്ങനെ വന്നപ്പോൾ പെട്ടെന്നൊരു വളവാണ്. ആ വളവ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മുമ്പക്ക് വരുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ കണ്ട വയ്ക്കണ ആ ഭാഗത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കുജ്ജുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയാണ്ട് ജസ്റ്റ് സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അവിടെ ചെറിയൊരു എഡ്ജ് ഇറങ്ങി തോന്നുന്നത്. രാത്രിയല്ലേ, രാത്രി ഏകദേശം ഒരു 1 മണി ടൈമൊക്കെ ആയി. അപ്പോൾ ആ എഡ്ജ് ഇറങ്ങിയിട്ട് അവിടുന്ന് കൊയിഞ്ഞാടി. ഇതിൻ്റെ ഇപ്പം ഉണ്ടായിരുന്ന നബീലാണ്. ഈ നബീലിൻ്റെ മുട്ട് പോയി. അതായത് മുട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ട് മുട്ടുമ്പോൾ മുറി അയക്കണേ. ഫാൻ്റെ നല്ലൊരു ജീൻസിൻ്റെ ഫാനാണ്. അതും കീറി മുട്ടുമ്പോൾ അത്യാവശ്യത്തിന് മുറിയായി. ഇൻ്റെത് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളംകജ്ജില്ലേ, ഉള്ളംകജ്ജിലത്തെ 4 ഇപ്പം 3 തയമ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ നമ്മളെ പത്തി, അതിൻ്റെ ഉള്ളിലത്തെ 3 ഭാഗം അവിടെ അങ്ങനെ കീറി. പിന്നെ കാലിൻ്റെ ഇതാക്കണ ഇവിടെ തൊലി ഇവിടുന്ന് ഇങ്ങനെയാണ് പോയി. പിന്നെ അതേപോലെ ഇവിടെ ഈ നെരിയാണിൻ്റെ ഈ തൊലിയില്ലേ, അവിടെ അത്യാവശ്യത്തിന് പോയി. എന്നിട്ട് ഞങ്ങൾ നല്ല നേരെ അവിടെ ഒന്നും ഹോസ്പിറ്റലിൽ ഞങ്ങൾ നോക്കിയിട്ട് കണ്ടില്ല. പിന്നെ ഏകദേശം കുറച്ച് അത്യാവശ്യം ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ, അതായത് 3/4 മിനിറ്റിൻ്റെ ഒരു ദൂരം ഉണ്ടായിന്. അങ്ങനെ പോയിട്ട് പിന്നെ എന്തോ വടിവാളെ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട്. അങ്ങനത്തെ സ്ഥലം വടിവാളെ അതോ അങ്ങനെ എന്തോ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയത്. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അന്ന് തന്നെ ഡ്രസ്സൊക്കെ ചെയ്ത് തന്ന് എന്നിട്ട് ഞങ്ങൾ വയനാട് എത്തി. അന്ന് രാത്രി തന്നെ വയനാടും പോയി. ഇന്നലെ രാത്രി എന്നിട്ട് അവിടെ ചെന്നാണ്ട് പിന്നെ ഇന്ന് രാവിലെയാണ് എത്തിയത്. ഇന്ന് രാവിലെ ഇപ്പോൾ എത്തിയിട്ട് ഉമ്മമാനെ കൊണ്ട് ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയല്ലേ അമ്മ? എന്ത് പറയുന്നു? ഇത് കണ്ടിട്ട് എന്ത് പറയാല്ലേ? എന്താ പറയുന്നത്? നല്ല സമാധാനമായില്ലേ? കഷ്ടകാലം വരാല്ല എന്തായാലും വരും. കജ്ജും കാലൊക്കെ ഒരേ മാതിരിക്കും. എന്നും എനിക്കൊരു കജ്ജുമ്പലും കാലും ഉണ്ടാവില്ലേ? അതെന്തോ എനിക്കുള്ള ബർക്കത്താണെന്നല്ലേ? നല്ല വർക്കത്താണ്. നല്ല വർക്കത്താണല്ലേ? എന്താ മോൻ പറഞ്ഞേ? തത്തക്കുട്ടി മാറിയില്ലേ?
ഗൈസ് നമ്മളെ തത്തക്കുട്ടി പോയി മോട്ടം അതായത് നല്ലോണം ഇണങ്ങിയിരിക്കുന്നു കേട്ടോ. നല്ലോണം ഇണങ്ങിയാണ്ട് മോട്ടം ഇങ്ങനെ പിടിച്ചാണ് ഇങ്ങനെ തലോടി എന്തോ നിക്കണേ അതിന്റെ അടിയിൽ കൂടെ ഒരൊറ്റ പോക്കാള്. എടാ അത് കൂട് പറഞ്ഞേ ഓനെന്തോ തീറ്റ കൊടുക്കാൻ ഓൻ കൈക്ക് എടുത്തീനല്ലോ. ആണോ? ആ കൈക്ക് എടുത്തു ഇങ്ങനെ ഇത് അതിലും എന്റെ കജ്ജുമ്മക്ക് കേറിയെന്ന് വെച്ചാൽ തോന്നുന്നത്. അല്ല ഓൻ കൂട്ടുന്ന എടുത്തോ അതുവരെ ഇവിടെ കളിപ്പിച്ചു ഇങ്ങനെ പിടിച്ചാണ് ഇവിടെ ചെയ്യണാണ് ഞാൻ ഇവിടെ ഇരിക്കാണ് ഇവിടെ ഇവിടെ ഇരിക്കാണ് അതിലിങ്ങനെ പിടിച്ചാ ഇങ്ങനെ ഒന്ന് ഞാനാ പോകുന്നതാണ് അവിടെ ഇങ്ങനെ ഇങ്ങനെ വന്ന് തിണ്ടുമ്പോ പാടി അപ്പൊ പൂച്ചക്കുട്ടി എന്നെ നേരിട്ട് ചാടി. പൂച്ചക്കുട്ടിയോ? വെറുതെ കളിച്ചാൻ വേണ്ടി ചാടിയേക്കിരാം അത് പാറിയില്ലേ? അതിലത് പാറിയാലേ അതിനുമ്പോ കയറി പിന്നെ പോയി കണ്ടാ മരത്തുമ്പോ ഇതായി ചുള്ളിക്കാൻ പറ്റിയിരുന്നു. അങ്ങോട്ട് പോയില്ലേ? പിന്നെ കാണാനല്ലേ? പിന്നെ കണ്ടു ബാങ്ക് കൊടുക്കോളം അവിടെ ഇരിക്കുന്നു. പിന്നെ ഒരൊറ്റ പാറലങ്ങട്ട് മോട്ടം വണ്ടി ഇട്ട് പോയി നോക്കി അപ്പൊക്കെ കരയണം. ഇതുവരെ വന്നു ഈ പോസ്റ്റിന്റെ ഇതുവരെ വന്നു പിന്നീട് പോയില്ലേ? പിന്നെ പാറി അന്ന് അതായത് എന്നറിയോ ഞാനും ഈ മംഗലാപുരത്ത് പോയില്ലേ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നതിന്റെ പിറ്റേ ദിവസം മുമ്പാണ് ഈ സംഭവം. അപ്പൊ അന്ന് തത്തയും പോയി. പിന്നെ അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് എനിക്ക് ആക്സിഡൻറ്റും ആയി. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അൽഹംദുലില്ലാ. പടച്ചോൻ്റെ കുതിരത്തോണ്ട് വേറെ ഒന്നും പറ്റിയില്ല. ഒടിവോ ചതവോ അങ്ങനെ ഒന്നുമില്ല. തൊലി പോയി എന്നില്ല. ഇത് മാത്രമല്ല ആ വജ്ജ് കണ്ടു കഴിഞ്ഞാൽ കൊഞ്ഞാറിലൊക്കെ കണ്ടപ്പോൾ എൻ്റെ അമ്മയും ഞാനാകെ പേടിച്ചു. ആകെ തീരുമാനമായി ചോദിച്ചു. പക്ഷേ ഭാഗ്യം കൊണ്ട് പടച്ചോൻ്റെ കുതിരത്തോണ്ട് വേറെ ഒന്നും പറ്റിയില്ല. അൽഹംദുലില്ലാ. അതിന് നമുക്ക് ഇറങ്ങല്ലേ? നമ്മള് ഓട്ടോറിക്ഷ വിളിച്ചിക്കണ്. അത് കൈ പിടിച്ചോ. അതിലൊക്കെ കുറച്ച് കണ്ടാൻ പോയി. അവിടെ കുറച്ച് കമ്പനി പെയിന്റ് പോയില്ലേ? അതിലിട്ടളി ഗൈസ്. എനിക്കാണെന്നുണ്ടെങ്കിൽ കാർ എടുത്ത് കൊണ്ടുപോകണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഈ കേസിൽ നടക്കൂല. പിന്നെ ഒന്നാമത് ഓട്ടാനും അറിയില്ല, കുറച്ച് അറിയുള്ളൂ. കജ്ജോണ്ട് തിരിച്ചാനും വെക്കൂല. അതായത് ഗൈസ് എന്നും സ്റ്റാർട്ടാക്കി നോക്കാൻ മോട്ടം പറഞ്ഞേക്കണേ. ഞാൻ ഇന്ന് എന്തായാലും വന്നിട്ട് ഞാൻ സ്റ്റാർട്ടാക്കി നോക്കണം. ഇപ്പൊ നമ്മൾ ഉമ്മമാനെ കൊണ്ടുകൊണ്ട് സോഡിയം ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുകയല്ലേ. അപ്പൊ എന്തായാലും ഓട്ടോറിക്ഷ വിളിച്ചാണ്, ഓട്ടോറിക്ഷയിൽ പോകാം. അതാക്കിയത് ഒന്നുകൂടി നല്ലത് തോന്നുന്നില്ല അമ്മ? ശരിയാവില്ല. എനിക്ക് ഓട്ടാനും ബൈക്കൂല, എനിക്ക് പിടിക്കാനും ബൈക്കൂലല്ലോ. എന്നാ അമ്മച്ചി വരി. എന്താ കൊടുക്കണേ? വണ്ടി എത്തുന്നു. താഴത്തേക്ക് ഇറങ്ങിക്കണം. അതോ വണ്ടി എന്നിട്ട് പോയാൽ മതിയില്ലേ? അവിടെ പോയി ഇങ്ങനെ നിൽക്കണ്ട, ചെറിയ തൊഴിട്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലേ? അപ്പൊ അതിന്റെ ആവശ്യമല്ല. വരൂല എവിടെയാണെന്നുണ്ടെങ്കിൽ അപ്പത്തും പറയില്ലേ? ആന്ന് ഗൈസ് ഞങ്ങളെന്തായാലും ഇങ്ങനെ കാത്തു നോക്കട്ടെ. എന്തേലും പറയാൻ തോന്നൂല. ദേഷ്യപ്പെട്ട് നമ്മളെ സ്വന്തം കാക്കിയാണ്. അപ്പൊ നമ്മളൊന്നും പറയൂല. ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ വരാൻ നേരം ആ ചെറിയ പിന്നെ ഒന്നും പറയാല്ല. ഇമ്മാക്ക് എന്താ പോണേക്ക് എന്താ ഇതാക്കല്ല അടിച്ചാൻ കൊടുത്ത് വാങ്ങിയോ? പോകുമ്പോ വാങ്ങണല്ലേ? തീറ്റ വാങ്ങണം. അറിയില്ല. എന്തായാലും അമ്മാനെയും കൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോട്ടെ. അതിനെ ഓട്ടോറിക്ഷയിൽ നമുക്ക് പോവാ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആദ്യം മമ്മാൻ്റെ സോഡിയം ചെക്ക് ചെയ്യണം. എൻ്റെ ഇപ്പോൾ കെട്ടിയൊക്കെ കഴിഞ്ഞാണല്ലോ. എനിക്ക് ഇനി നാളെ ചെന്നാലും ഡ്രസ്സ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം മമ്മാൻ്റെ ചെന്നിട്ട് ആദ്യം സോഡിയം ചെക്ക് ചെയ്യട്ടെ. സോഡിയം ചെക്ക് ചെയ്തിട്ട് അത് കഴിയട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. പിന്നെ പോയിരുന്നേക്ക് പെരിക്ക് സാധനങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞത്. അപ്പം അതും കുറച്ച് വാങ്ങണം. അപ്പോൾ എന്തായാലും ഇനി ഓട്ടോറിക്ഷ വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്തിട്ടെ. നമ്മൾ ഓട്ടോറിക്ഷക്കാരനെ അവിടെ എത്തിയിട്ടുണ്ടോ? മൂപ്പര് അവിടെ എത്തിയാണ്ട് നേരത്തെ ഹാജരായിക്കണേ. ഞങ്ങളും കൂടി ഹാജരായാൽ മതി. നടക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, വലിയ ഇതൊന്നും ഇല്ല. തൊലിയല്ലേ പോയിക്കണം. അപ്പോൾ അതുകൊണ്ട് വലിയ ഇതൊന്നുമില്ല. നാളെ ആകുമ്പോൾ ഉണക്ക വരുമ്പോഴല്ലേ വേദന ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബൈക്കുമ്പോൾ കാറിലൊക്കെ പോകണമല്ലോ കുഴപ്പമില്ല. ബൈക്കുമ്പോൾ പോകണമല്ലൊക്കെ നോക്കാം. ശ്രദ്ധിച്ചാൽ നല്ലോണം ശ്രദ്ധിച്ചാൽ. ചെറുക്ക അത്യാവശ്യം പൊളിഞ്ഞ റോഡല്ലേ, പറഞ്ഞിട്ടും കാര്യമില്ല. എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൾക്ക് നല്ലതില്ലേ. പഠിച്ചൊക്കെ ചെയ്തീനി. അപ്പൊ തന്നെ ഞാൻ കൊണ്ടുപോയി കുറച്ച് സ്ഥലം വാങ്ങി തമിഴ്നാട്. അവിടുന്ന് കണ്ടു. എന്തറിയോ, ഇന്നലെ വയനാട് പോയപ്പം അവിടെ മറ്റേ നമ്മളെ ദേവാലയ പന്തല്ലൂർ റോഡാകെ പൊളിഞ്ഞിട്ടാ. ആ വഴിയില ഒരു വളവ് വളഞ്ഞിട്ട് നേരെ അപ്പുറത്തന്നെ ഇതാണ് കുണ്ടും കുജ്ജും. അപ്പൊ സൈഡ് കൂടെ ഇങ്ങനെ എടുത്താ. അപ്പൊ ആ എഡ്ജ് ഇറങ്ങിയിട്ട് അവിടെ കൊയിഞ്ഞാടി. ഞാനും വേറെ തന്നെ സ്കിഡ് ആയാണ്. ഓന്റെ മുട്ടും ഇതായി. എന്റെ കൈമത്തിയും കാൽമത്തിയും തൊലി പോയി. ഭാഗ്യം അയിമ നിന്നത്. നല്ല സ്ഥലമാണ്. അതാണ് വാങ്ങി. നേരെ ഹോസ്പിറ്റലിൽ പോട്ടെ. നമ്മളെ വണ്ടി ആക്കണ ഇവിടെ കിടക്കുന്നുണ്ട്. എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ഇതൊന്നും ഇങ്ങോട്ട് ഇതാക്കിയാൽ നല്ലത്. പണി വാളും. വണ്ടി എത്ര ഉണ്ടായാലും ഇതാണ് ഇതല്ലേ ഓട്ടോറിക്ഷല്ലേ? നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല, അത് നടക്കണ്ടേ. പിന്നെ അത് നടക്കണം. അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. കാരണം സാഹചര്യം വെക്കുമ്പോൾ നമ്മൾ ചെയ്യണം. നമ്മളെ ആവശ്യങ്ങളല്ലേ. നമ്മളെ ആഗ്രഹം
ഒരു വണ്ടി വളരെയേറെ പൂതിയൊക്കെ ഒരു ബൈക്കിന് അങ്ങനെയാണ് കേട്ടോ. ഇവർക്ക് ഒരിക്കലും പോകണമെങ്കിലേ എത്ര ആളോട് ചോദിച്ചാൽ ഈ വീഡിയോ ഒക്കെ തുടങ്ങണ ഇടക്കേ എടാ എന്റെ വണ്ടിയെ തരുവോ, എടാ എന്റെ വണ്ടിയെ തരുവോ. അതങ്ങനെ പിന്നെ ഇപ്പൊ നിലമ്പൂര് കടയിൽ പോയിട്ടോ. അപ്പോൾ പിന്നെ പോകാൻ നിലമ്പൂര് എത്തണ്ടേ. അപ്പൊ എന്നിട്ട് ആരേലും ഇവിടുന്ന് പോണവരുണ്ടോ ചോദിച്ചു. അങ്ങോട്ട് ബസ്സിന് പോകാം, ഇങ്ങോട്ട് ബസ്സില്ലാത്ത സമയത്തല്ലേ രാത്രി അവിടെ പോരുക. എന്റെ കുട്ടി എത്ര കയറ്റിയെടുക്കണ അറിയോ. ഇങ്ങോട്ട് പോരാ നടന്ന് വരെ പോകുന്ന ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അപ്പുറത്ത് തന്നെ ഒരു വൈകി സൈക്കിളെങ്കിലും വാങ്ങാൻ എന്റെ കുട്ടിയൊക്കെ കഴിഞ്ഞ കയറ്റി കൊറേ കരഞ്ഞിക്കണ. അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബൈക്ക് വാങ്ങി. അപ്പൊ പഠിച്ചോനെ ഞങ്ങളങ്ങ് ആകാശത്ത് എത്തിയ സന്തോഷം കേട്ടോ. അത് കഴിഞ്ഞിട്ടാ പിന്നെ കാറ് വാങ്ങിയത്. നേരെ ഹോസ്പിറ്റലിൽ പോട്ടെ, അവിടെ എത്തിയിട്ട് നമുക്ക് മമ്മാനെ അതിനുള്ള കയറ്റിയിട്ട് ബാക്കി നോക്കാം. ഇവിടെ ഹോസ്പിറ്റലിൽ താഴെ എത്തിയിട്ടോ. ബാ നേരെ ചെല്ലല്ലേ നീ, എന്നിട്ട് നീ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവിടെ. എന്തായാലും ചെല്ലട്ടെ, എന്നിട്ട് ഉമ്മാനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം. ഉമ്മ എല്ലാം എടുത്തിട്ടില്ലേ? വേറെ എന്തെങ്കിലും എടുക്കാനൊന്നുമില്ലല്ലോ നീ? മമ്മാനെ സോഡിയം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറ്റിയിരിക്കണ്. അപ്പോൾ അവിടെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് ഉള്ളിൽ കയറിയിട്ടില്ല. ഈ 20 മിനിറ്റ് ടൈം പറഞ്ഞാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് അറിയും. എന്താകും എന്താ അറിയില്ല, കുറവുണ്ടോ എന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു കുറവുണ്ടെന്ന്. കാരണം അതാണ് മമ്മക്ക് പെട്ടെന്ന് തെറ്റല്ലതൊക്കെ വരുന്നത്. എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞാണ്. അറിയില്ല, എന്തായാലും ഞാൻ റിസൾട്ട് വരട്ടെ. ഇല്ലാന്നത് മദീനി നോക്കട്ടെ എന്തായാലും. അങ്ങനെ ഒരു വിധത്തിൽ സമാധാനമായി. നമ്മൾ മമ്മാൻ്റെ സോഡിയം ചെക്ക് ചെയ്തു. അപ്പോൾ പറഞ്ഞത് എന്താ അറിയാം മമ്മ, വരി ഒരു കുഴപ്പമില്ല. അതായത് 135 to 155 വേണ്ടിയ മമ്മക്ക് 142 ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കേട്ടോ. സോഡിയം കുഴപ്പമൊന്നുമില്ല മമ്മ, സോഡിയം കുഴപ്പമൊന്നുമില്ലാന്ന് കേട്ടോ. ഇതൊക്കെ വാങ്ങാം അല്ലേ, എഴുതിക്കണോ? ഓക്കെ ഗൈസ്, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്നാൽ അത് വാങ്ങട്ടെ. ഇനി നോക്കട്ടെ എന്തൊക്കെ വാങ്ങണം നോക്കിന്നാ. ചെല്ല്, പഞ്ചസാര അവിടെ അങ്ങനെ തിരക്കാം. എന്താ പഞ്ചസാര, പിന്നെ കുറച്ച് സാധനങ്ങളല്ലേ, ഒരു 5-8 സാധനങ്ങളല്ലേ ഉണ്ടാവുള്ളൂ. കുറച്ച് സാധനങ്ങൾ ബാക്കിയൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലേ. അതെന്താ പരിപ്പോ? പരിപ്പ്. പയറുണ്ടോ? ഉണ്ടോ? മുളക് എവിടെ? പച്ചക്കറി അപ്പുറത്തുണ്ട് കേട്ടോ അമ്മ. അവിടെ പുറത്തുണ്ട് പച്ചക്കറിയും കുറച്ച് വാങ്ങണ്ട കേസ്. ഇതെന്തായാലും വാങ്ങിക്കട്ടെ, എന്നിട്ട് പച്ചക്കറിയും കൂടി വാങ്ങാം. എന്താ പറഞ്ഞ അമ്മ? ഇതെന്താ അരിന്റെ എന്താ പറഞ്ഞേ? അരി എത്ര വിധ അരികളാണ്? അല്ല ഇതൊക്കെ പാടത്തുനിന്ന് തന്നെ ഉണ്ടാക്കുന്നത്. അതൊക്കെ നെല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന അരി. നെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് നെല്ല് പാകും. പാകിയിട്ട് ഇത്ര വലിപ്പാകുമ്പോ പറിച്ചിട്ട് പിന്നെ വേറെ കുറെ കണ്ടങ്ങളൊക്കെ ഉണ്ടാക്കി. അല്ല നമ്മളെ നാട്ടിലത്തെ പാടത്തൊക്കെ ഉണ്ടാവുന്ന നെല്ലേതാ? അത് ഒക്കെ ഏത് ഈ അരി ഒക്കെ നെല്ലും ഉണ്ടാകുന്ന അരി. അതിച്ചറിയാ നെല്ലുമ്മ ഉണ്ടാവണെന്നറിയാ. നമ്മളെ നാട്ടിലൊക്കെ ഏതരി അങ്ങനെയൊന്നുമില്ല, എല്ലായിടത്തും ഉണ്ടാക്കാം. എല്ലായിടത്തും ഉണ്ടാക്കാം. അത് പല വിധത്തിലാണെന്നുള്ളൂ. ചാക്കേരി വെള്ളം, അതായത് ഇപ്പൊ ഒരു പാടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഈ അരി ഉണ്ടാവേണ്ടിയെന്നുണ്ടെങ്കിൽ അത് വിതരാം. ബിരിയാണി അരിയാണെന്നുണ്ടെങ്കിൽ അത് വിതരാം. അതിനൊക്കെ ഓരോ വിധത്തിൽ വിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ആക്കാം. വാങ്ങി ആണോ? നേരത്തെ വണ്ടിക്ക് വെച്ചല്ലേ. സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. നേരെ പെരി പോട്ടെ. വേറെ എന്തെങ്കിലും വാങ്ങാണ്ടെങ്കിൽ ഇല്ലല്ലോ? ഇല്ലല്ലോ, മരുന്നല്ലേ, അത് വാങ്ങാം. കയറിയിരുന്നോ? ഉള്ളിൽ കയറിയിരുന്നോളൂ. നല്ല നേരെ പെരി പോവാൻ നോക്കട്ടെ. പെരിയിലെത്തിയിട്ട് ബാക്കി നോക്കാൻ അല്ലേ പോവല്ലേ? കാക്ക ചാത്തം കൊണ്ടൊക്കെ കേട്ടോ. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയാണ്ട് ഓട്ടോ വിളിച്ചാണ്ട് ഇവിടെ വന്നിറങ്ങി അല്ലേ. ഞാൻ കുറച്ച് പെട്രോളും കൂടി വാങ്ങിക്കണം. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ എണ്ണല്ല. ഇനിയിപ്പോൾ വണ്ടി കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് സ്റ്റാർട്ട് ആക്കിയാണ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കും കൂടി വേണം. വെക്കൊന്നും അറിയില്ല, പക്ഷെ നോക്കട്ടെ എന്തായാലും നോക്കട്ടെ ഗൈസ്. ഇതെന്തായാലും ആദ്യം കൊണ്ടുപോയി വെക്കട്ടെ. അത് ഏറ്റവും ബൈക്ക് പെട്രോളും കിട്ടുന്നല്ലേ ഞാൻ ഏറ്റിക്കൊണ്ട്. ഓക്കെ അല്ലേ? വെയ്ക്കൂലമ്മ? നീട്ടിയാണ് നടന്നോളി മമ്മ. കറക്റ്റ് ടൈം കജ്ജോണ്ടും വെച്ചതായി കാലുകൊണ്ടും വെച്ചതായി എന്തൊക്കെയല്ലേ ഓരോ വണ്ടിയും വലിയും വരുന്നതാണ്. അപ്പോൾ സാധനങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണേ. പച്ചക്കറി വാങ്ങിയില്ലേ? ഒരു കൊല്ലത്തിൽ എത്ര പ്രാവശ്യം എനിക്ക് മുറിയാറുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ വരുന്നതിനനുസരിച്ചുണ്ടാവും ഗൈസ്. ഈക്കൂടെയൊക്കെ മുറി വരുന്നതെന്ന് അറിയുന്നില്ല. പച്ചക്കറി വാങ്ങിയിട്ടില്ലേ? വാങ്ങി മറ്റൊക്കെ വാങ്ങി. അയ്യോ കാലുകൊണ്ട് വെച്ചത് എപ്പോഴും ശരിക്കും അറിയണ്ട് ക്ഷീണോ. എന്തമ്മ അങ്ങോട്ട് പോരുന്നില്ലേ? അവിടെ നിൽക്കാനുള്ള പ്ലാനാ? അത് കനുണ്ടോ? നല്ല ഉണ്ടോ? മമ്മിക്ക് വാങ്ങിക്കണം. മമ്മി ഏറ്റി വരുന്നുണ്ട്. സോഡിയം ഇപ്പം പറഞ്ഞത് നോർമലാണെന്ന്. ഈ കയറ്റം കയറുമ്പോഴത്തേന് സോഡിയം നോർമലൊക്കെ മാറും തോന്നണിച്ച്.
ഇത് കണ്ടിട്ട് അല്ലാ പെരിയിലെത്തി. കൂട്ടാനൊന്നുമില്ലല്ലോ ഇനി ഉണ്ടാക്കിയിട്ട് വേണ്ടേ? ചൂടാവേ. ഉണക്കമീൻ വാങ്ങിയിട്ടില്ലേ? ആ ഉണക്കമീൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരി. അതൊക്കെ വെച്ചാൽ നമുക്ക് രാത്രി ചോറ് തിന്നണം ഗൈസ്. ഇനിയിപ്പോ ചെന്നിട്ട് ഈ പെട്രോള് കൊണ്ടുപോയാണ്ട് ഞാനേ ഒഴിച്ചിട്ട് വേണം വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കാന്. ആദ്യം പൂള പോയിക്കണം. പൂളെ കുറേ പൂള പൂള എന്നിട്ട് കുറേ ദിവസമായി. പൂള വാങ്ങിക്കണല്ലേ? നല്ല പൂള പൂള വാങ്ങിക്കണേ ഗൈസ്. പച്ചക്കറി കുറച്ച് വാങ്ങിക്കണേ. അതൊക്കെ വെച്ചിട്ട് കൂട്ടുണ്ടാക്കല്ലേ. സാധനങ്ങളൊക്കെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു. നമ്മൾ ഇതാക്കണ താക്കോൽ എടുത്തിട്ട് ഇറങ്ങുകയാണ്. മമ്മ ആക്കണേ വണ്ടി വിടാൻ പോവാണ്. മമ്മ ആക്കണേ എണ്ണയും കൈ പിടിച്ചാണ്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾ ഇനി റോട്ടിൽ പോയിട്ട് വണ്ടി എടുക്കാൻ നോക്കട്ടെ. എനിക്ക് വെയ്ക്കോ അറിയില്ല, കൈ കൊണ്ട് വെയ്ക്കോന്ന് അറിയില്ല, എന്നാലും നോക്കട്ടെ. എനിക്ക് വെക്കൂല, ഞാൻ വിടും. എനിക്ക് വെയ്ക്കൂല, ഈ ഉമ്മമ്മ വിടുന്ന് പറഞ്ഞാണ്. അപ്പോൾ ഓക്കെ, ഒരാളുണ്ടല്ലോ ഓടിക്കാൻ, ഒരാളുണ്ടല്ലോ. ചെന്നാണ്ട് ഇനി നോക്കട്ടെ ഗൈസ്, എടുത്തു നോക്കട്ടെ ഗൈസ്. നമ്മൾ അങ്ങനെ വണ്ടി എടുക്കാൻ പോവുകയാണല്ലേ മമ്മ? വണ്ടി നിർത്തോട്ടെ. വണ്ടി നിർത്തോട്ടെ. ഫസ്റ്റ് നമുക്ക് എപ്പോഴും മസ്റ്റാണ് സീറ്റ് ബെൽറ്റ്. കയ്യിൽ വേണം. മമ്മ ഇടണമെങ്കിൽ ഇട്ടാൽ മതി. വേണ്ട അല്ലട്ടാ, ഞാൻ കൊണ്ടുപോയി തള്ളിയിട്ട് നല്ല പേര് വരില്ലെങ്കിൽ തലീക്കൂടൊന്നല്ല. എങ്ങോട്ടാ ബാക്ക് പോണേ? അതാ എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ അറിയില്ല. കുറച്ച് വണ്ടി വണ്ടി ഇട്ടിട്ടില്ലല്ലോ. ഇപ്പണിലിപ്പോ വണ്ടി എടുക്കൊന്നും വേണ്ട. ഇനി പാപ്പാൻ്റെ അപ്പൊ പാപ്പ പിന്നീട് വരാൻ മതി. ഓക്കെ, ഇതിട്ടാൽ ഇങ്ങനെ ചാരി നമുക്ക് അവിടെ കൊണ്ടിട്ട് അവിടുന്ന് തിരിക്കേണ്ടി വരില്ല. കൈകൊണ്ട് വെയ്ക്കൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് വെയ്ക്കണം. നമുക്ക് നോക്കാം ഗൈസ്. അല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളുണ്ടാവുമ്പോൾ പിന്നെ ഗൈസ് പോസ്റ്റ് വെച്ചാലൊക്കെ നമ്മൾ ഒഴിവാക്കും. നമുക്കായിട്ടില്ലേ, നമുക്ക് റിവേഴ്സ് എടുത്ത് കയറ്റാം. നമ്മൾ ബാക്ക് എടുത്തിട്ട് റിവേഴ്സ് വരും. ഇനി നമ്മൾ ന്യൂട്രൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് ഇടണം. എന്നിട്ട് നമ്മൾ മെല്ലെ വണ്ടി ഇങ്ങനെ എടുക്കണം. പോയി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോയിക്കോളും ഗൈസ്. ആ നമ്മൾ സാധാരണ പോണേ പോവാം. കൈ കൊണ്ട് വെക്കൂലെന്നുണ്ടെങ്കിലും നമ്മൾ പോകും. പതുക്കെ തന്നെ പോകണം. പറ്റൂല. നമുക്ക് നമ്മളെ വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ വന്നിട്ട് നമ്മളെ പെരൻ്റെ അവിടെ എത്തിക്കണേ. അപ്പുറത്താണ് നമ്മളെ പെര. ഞാൻ മൊബൈൽ ഇവിടെ സ്റ്റാൻഡിൽ വെച്ചിരിക്കണം, അതുകൊണ്ട് കാണൂല. അപ്പോഴും മൊബൈല് ഇതുമല്ലേ, വണ്ടിമല്ലേ. അമ്മ എന്തിനു പേടിക്കണേ? ഹെവി റൈഡറായിട്ട് ഞാനില്ലേ. പേടില്ലാടൊക്കെ അവിടെ കിട്ടെ കേസ്. നമ്മളല്ലാത്തവര് പോവാ. അത്രേ ഉള്ളൂ. കൈമ മുറിയായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കൈമയും കാൽമയും ക്ലച്ച് ഓട്ടുമ്പോഴും അതേപോലെ എന്താണ് സ്റ്റിയറിങ് പിടിച്ചുമ്പോഴും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ടൈറ്റ് ഇങ്ങനെ ഇതായിട്ട് മുറിയും കൂടി ഇല്ലേ സെറ്റാണ്. ഇനി നമ്മൾ ഞാൻ പറഞ്ഞ അത് ഊരല്ലേ? എന്തിനു ഊരിനെ? അയ്യാ നോക്കിക്കോട്ടെ, ഞാൻ നോക്കണ്ടേ. അതാ അമ്മ സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരിട്ടുണ്ട്. കിട്ടും
മതി അത്യാവശ്യം അടിച്ചാൽക്കൊന്നും പോവില്ല അമ്മമ്മ, ടൈം ഉണ്ട് അതിന്. ഗൈസ് പവർ സ്റ്റിയറിംഗ് അല്ലാത്തതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. കാരണം നല്ല രീതിക്ക് ടൈറ്റ് ആക്കി തിരിച്ചണം, നല്ല ബലം കൊടുത്തിട്ട് തിരിച്ചണം. അപ്പൊ കൈ നല്ല വേനുണ്ട്, ഉള്ളനടിയിലാണ് മുറി. ഞങ്ങളെ പെരന്റെ അവിടെ എത്തിക്കണം. ഇവിടെ എന്താ അവസ്ഥ നോക്കട്ടെ അല്ലേ? നമ്മളെ വരാം അതന്നെ നമ്മളെ പെര. തട്ടല്ലേ? ഇല്ല, തട്ടിയിട്ടില്ല. അത് തുറക്ക. എവിടെ തുറക്ക? അവിടെ അല്ല, വേറെ ഏതല്ലേ? അതല്ല. ആ പൊക്കട്ടെ, അത് പൊക്കട്ടെ. ആ അങ്ങനെയാണ് തുറക്കല്. ഓക്കെ, ഞാനും ഇറങ്ങട്ടെ. ആ വണ്ടി സൈഡിക്കൊന്നല്ല, കുറച്ച് സൈഡിക്കാണ് നിർത്തിയിട്ടിരിക്കണത്. വണ്ടി പോകാം ഗൈസ്. ആ കാണുകയാണ് നമ്മളെ പേര. എല്ലാവർക്കും അറിയുണ്ടാവുമെന്ന് വിചാരിക്കണ് അല്ലേ? അറിയാതെ പണി തീരാത്ത വീട്. ഇൻഷാല്ലാ ഗൈസ്, നമ്മളെ മറ്റേ വർക്ക് സ്ഥലത്തിൻ്റെ, അതായത് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഫണ്ട് മൊത്തം അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ കുറച്ച് നേരത്തിന് നിർത്തി വെച്ചിരിക്കുകയാണ്. അതൊക്കെ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും അല്ലേ മമ്മ? കാണും അല്ലേ? ഇൻഷാല്ലാ ഗൈസ്, എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാകും. നമ്മളെന്തായാലും ഇനി നേരെ തിരിച്ച് പെരിക്കനെ പോയോക്കട്ടെ. ശരിയാവുമെന്ന് വിചാരിക്കണം ഇൻഷാല്ലാ. അപ്പം നേരെ അവിടെ താഴെ കൊണ്ടുപോയി വണ്ടി എടുത്തിട്ട് നേരെ പെരി പോവാ അല്ലേ? ഓക്കെ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാണ് വേണ്ടി പോകില്ലേ? അപ്പൊ ഗൈസ്, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവരും ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് എന്താ അഭിപ്രായം പറയുക ഗൈസ്, എങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ ഇട്ടാണ്. അതെല്ലാവർക്കും അസ്സലാമു അലൈക്കും ഗൈസ്. അസ്സലാമു അലൈക്കും.